ഹലോ. അപ്പോൾ ഡിന്നറിന് ഇന്നലെ രാത്രി ഞങ്ങൾക്ക് കപ്പയും മത്തിക്കറിയായിരുന്നു കേട്ടോ. നല്ല ചൂടുള്ള കപ്പയും അതിന് ചൂടുള്ള മത്തിക്കറിയും. അനിയത്തിയുടെ വീട്ടിലായിരുന്നു ഞങ്ങൾ ഇന്നലെ രാത്രി. പക്ഷെ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളെ വീട്ടിൽ പോയി കേട്ടോ. അപ്പോൾ അവൾ ഉണ്ടാക്കി നല്ല വെണ്ണ പോലെ വെന്ത കപ്പ, അതിലേക്ക് മീൻകറി, അപ്പം ഉണ്ടാക്കിയ മീൻകറി, നല്ല ഫ്രഷ് മത്തി കിട്ടി. അപ്പം തന്നെ അതിലേക്ക് അവളത് കറി ഉണ്ടാക്കി. അപ്പം ഇന്നലെ രാത്രി വേറെ ഒന്നും കഴിച്ചില്ല, ഈ അപ്പയും മത്തിക്കറി മാത്രമേ കഴിച്ചു. അത്ര ടേസ്റ്റ്. ഞാൻ മാത്രമല്ല, ഇന്ന് എൻ്റെ കൂടെ എൻ്റെ അനിയത്തിൻ്റെ ഉപ്പ് നോക്കിയതാണ് കേട്ടോ. പുളി കുറച്ച് കൂടുതലാണോ എന്ന് മോൻ സംശയം പറഞ്ഞു. പക്ഷേ പാകമായിരുന്നു, കപ്പയ്ക്ക് പാകമായിരുന്നു. അപ്പോൾ അനിയത്തി ഞാനും എൻ്റെ രണ്ടനിയത്തിമാരും കേട്ടോ. അപ്പോൾ ഇളയാളറിയാലോ, മുത്ത്, അവളും ഒക്കെ കൂടെ ഇരുന്ന് കപ്പ അടിച്ച് വിടുകയാണ്. എന്താ ടേസ്റ്റ് ഇങ്ങനെ കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളെല്ലാവരും കൂടെ അങ്ങനെ കൂടിയിരുന്ന് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചി ഒന്നും കൂടെ കൂടും. അപ്പോൾ മോനും ഉണ്ട്, അവനും ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയായിരുന്നു, കപ്പയും മീൻ കറിയും കൂടെ. അപ്പോൾ അതിൻ്റെ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് മുത്താനൊക്കെ നല്ല ചൂടുള്ള കപ്പ ഊതി ഊതി തിന്നെയാണ്. ഞാൻ പറയുകയും ചെയ്തു, സൂചിയുണ്ടോ അണ്ണാക്കിലൊട്ടണ്ടെന്ന് പറഞ്ഞു, ചൂടുള്ള അത് പറഞ്ഞപ്പോഴാണ് അവൾ ചിരിക്കുന്നത് കേട്ടോ. അണ്ണാക്കിലൊട്ടണ്ട, സൂക്ഷിച്ച് കഴിക്കുകയെന്ന് പറഞ്ഞു കേട്ടോ. ചൂട് ആവി പറക്കുന്നുണ്ട് കപ്പയിൽ. പാവം, അതിന് ഊതിയൊക്കെ കൊടുത്തു. ഫാൻ നോക്കുമ്പോൾ ഫാനിന് എന്തോ പ്രശ്നം. അപ്പോൾ ഫാൻ പെട്ടെന്ന് അങ്ങോട്ട് നിൽക്കുകയും ചെയ്തു, പോരെ പൂരം. അപ്പം എന്തായാലും കപ്പയും മീൻ കറിയും ഒരു പിടുത്തം പിടിച്ചിട്ടുണ്ട് ഞാൻ. ഷുഗറൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ഷുഗറൊക്കെ ഉള്ള ആളാണ് ഞാൻ. പക്ഷേ എന്നാലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒഴിവാക്കുക? കപ്പയും ചമ്മന്തിയും അത് വേറൊരു ടേസ്റ്റ്. പിന്നെ ഇതിൻ്റെ പറയേണ്ട മത്തയും പിന്നെ കപ്പ എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളികളുടെ ഒരു ഇഷ്ട ഭക്ഷണമാണല്ലോ. അപ്പോൾ കിട്ടിയത് നമ്മൾ ആരും ഒഴിവാക്കില്ല. അവൾ കഴിക്കുന്നുണ്ട്, അവൾക്ക് എന്തൊരു സന്തോഷമായി എന്നറിയും. അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് പോന്നപ്പോൾ അവളും കൂടെ എൻ്റെ കൂടെ പോകുന്നതാണ്. അപ്പോൾ അനിയത്തി പറഞ്ഞു, ലീന പറഞ്ഞത് ചേച്ചി നമുക്ക് മത്തയും പുളിയാക്കിയാൽ വൈകുന്നേരം തരണം. ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ അതുണ്ടാക്കി. വേഗം കപ്പയൊക്കെ നേരാക്കി എടുത്തു, മത്തി അവൾ നേരാക്കി എടുത്തു. പിന്നെ വേഗം കറിയൊക്കെ ആക്കി അതങ്ങോട്ട് കഴിച്ചു ഡിന്നറിന്. അപ്പോൾ അവനുണ്ട്, മോനും ഉണ്ട്. പിന്നെ അവന് വീഡിയോ എടുക്കുന്നൊന്നും അവന് ഇഷ്ടമല്ല. അപ്പോൾ അവരെയൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. എന്തായാലും എന്തായാലും ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അവൻ എന്ത് ഫുഡ് കിട്ടിയാലും അവൾ ആസ്വദിച്ചാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ മത്തിയും പുള്ളിയുടെയും കഥ. ബാക്കി നാളെ വരാം. ഓക്കെ, എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.